അങ്ങനെ മാമനെയും സോപ്പിട്ട് ഉപ്പപ്പാ കൗവയും ടാറ്റയും എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോണത് ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഈ മഴത്തൊക്കെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീലാണ്, നല്ലൊരു സോങ് കൂടി ഇട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്ന് പാത്തുവിനൊരു ഫ്ലവർ വൈസ് കിട്ടിയപ്പോൾ അവൾ അവിടെ ഇരുന്ന് അവിടെ ഇരുന്നു. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് മന്തിയായിരുന്നു. മന്തി കഴിച്ചപ്പോഴും നല്ല നല്ല അടാറ് മഴയായിരുന്നു കേട്ടോ. പാത്തു മഴയൊക്കെ ആസ്വദിച്ച് ഐസ്ക്രീം ഇരുന്ന് കഴിക്കുകയായിരുന്നു. അങ്ങനെ കുറേ കഴിച്ചതിന് ശേഷം ആൾക്ക് മഴത്തൊക്കെ ഇറങ്ങണം. അപ്പോൾ കുറേ കരഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഇറക്കി. മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാനൊരു പൂതി. അപ്പോൾ അവിടെ നിന്ന് പാനിപ്പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തട്ടിക്കുട്ടി അതങ്ങനെ ഇരുന്ന് കഴിച്ചു. മഴയത്ത് പാനിപ്പൂരി കഴിക്കാൻ നല്ല രസമാണ് ഗൈസ്. അങ്ങനെ പാത്തുവിനെ കൊണ്ട് ചെറിയൊരു പരീക്ഷണം നടത്തിയതാണ് നമ്മുടെ കസിന്. അപ്പം അങ്ങനെ പരീക്ഷണം നടത്തി ലാസ്റ്റ് കാലിൽ വെച്ചിട്ട് പരീക്ഷണം നടത്താൻ വിചാരിച്ച്. ആളടങ്ങി നിൽക്കുന്ന അറിയില്ലായിരുന്നു. പക്ഷേ ആൾ കുറച്ച് നേരമൊക്കെ അടങ്ങി നിന്ന് അങ്ങനെ അതൊന്നും അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി ഫ്രെയിമൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗായ്സ്.